ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഒരു വെജിറ്റബിൾ കറിയാണ് ചെയ്യുന്നത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. ഞാൻ ഇന്ന് ചൗ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് കറി തയ്യാർ ചെയ്യുന്നത്. നമ്മുടെ കടകളിലൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വെജിറ്റബിളാണ്. ചില വീടുകളിലൊക്കെ അത് കൃഷി ചെയ്യുന്നുണ്ട്. അത്ര ഒരു കോമൺ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെത്താൻ ഒരു കറി വെച്ചാൽ അത്ര ഒരു ടേസ്റ്റുള്ളൊരു വെജിറ്റബിളല്ല, പക്ഷേ നല്ല ഗുണങ്ങളും രുചിയും ഉള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്. അപ്പം ഇന്ന് ഒരു മസാലക്കറിയാണ് തയ്യാർ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങോ ചേമ്പോ എന്ത് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് ചേമ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ഇത് നമുക്കൊന്ന് വഴറ്റാം. ചൗ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വളരെ അങ്ങോട്ട് വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഒരു തക്കാളി സ്ലൈസ് ചെയ്തിടാം. അത് നമുക്ക് വഴറ്റിയെടുക്കാം. മസാലക്കറിയാണല്ലോ, നമുക്കിനി മസാലകൾ ചേർക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മൾ 2 കഷ്ണം ചേമ്പ് സ്ലൈസ് ചെയ്തതും ഒരു വലിയൊരു ചൗചൗവിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെറുതെ വെള്ളമൊഴിച്ച് വേവിച്ച് വറ്റിച്ച ശേഷം എണ്ണ തൂവി അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ചേർത്തിട്ടും ഈ കറി തയ്യാർ ചെയ്യാം. ഞാനിവിടെ തേങ്ങ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാർ ചെയ്യാം. 1 കപ്പ് തേങ്ങ, 1 നുള്ളി ജീരകം, 1 ഏലക്ക, ഇത്ര നമുക്കൊന്ന് അരച്ചെടുക്കാം. പെരുംജീരകവും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ചെറിയൊരു പുളി രുചി കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം വാളംപുളി വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുകയാണ്. ചൗചൗവിന് അതിൽ തന്നെ ഒരു രുചിയുള്ള ഒരു വെജിറ്റബിളല്ല. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചുള്ള രുചിയാണ് അതിന് കിട്ടുന്നത്. അതൊന്ന് തിളച്ച് വന്നുമ്പോൾ നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മല്ലിയില കറിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷായിട്ട് കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരം നമുക്ക് മീറ്റ് മസാലയും ചേർക്കാം. എല്ലാവരും തയ്യാർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഏത് വിഭവത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. ചൗചൗവാന്ന് നമുക്ക് തോന്നത്ത് പോലുമില്ല. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.